ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും വന്ന് വളരെ മനോഹരമായി തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്ത എനിക്കിത്തിരി മനസ്സമാധാനം കിട്ടിയാൽ മതി എന്നാണ്. ഒരാളുടെയും അഭിനയം കാണാനോ കേൾക്കാനോ നിങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ലാത്ത അവസ്ഥയായി. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നല്ല സ്ട്രോങ് ആണ്. നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഈ അഭിനയങ്ങളൊക്കെ കണ്ട് മടുത്തു. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സൂചനകളിൽ കാണുന്നത്. അതായത്, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, മറ്റുള്ളവർ എന്താണ് ചെയ്തത്, അതൊക്കെ പരിശോധിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്യാത്ത സാഹചര്യത്തിലും നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കുറ്റം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. മാത്രമല്ല, ആക്സെപ്റ്റ് ചെയ്യാൻ മടിച്ച പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നിങ്ങളെ ശക്തമാക്കുന്നത്. നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളും നിങ്ങളെ തള്ളിയിടുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. അതായത്, ആരാണ് നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ വീഴ്ത്താനായി പല കാര്യങ്ങളും ചെയ്തത്, അല്ലെങ്കിൽ പല കളികളും കളിച്ചത്. അതായത്, ഈ വ്യക്തികൾ പുറമേ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറയും, എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് നീങ്ങുന്ന നിമിഷം തന്നെ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയും. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് നിങ്ങൾ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല, ശാന്തമായിട്ട് അവിടെ ഇരുന്നു. പക്ഷേ എന്തു തന്നെയായാലും ആ വ്യക്തിക്ക് നിങ്ങളൊരു വിലയും ഒരു പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ നിർത്തി എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ കർമ്മങ്ങൾക്കുള്ള ശിക്ഷ പ്രപഞ്ചം തന്നെ നൽകട്ടെ എന്നാണ്. അത് തന്നെയാണ് ശരിയായ കാര്യം. കാരണം നമ്മൾ ചോദിച്ചാൽ അത് അപ്പോഴത്തേക്കേ ഉണ്ടാവുള്ളൂ. പ്രപഞ്ചം ചോദിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമായിട്ട് അവർക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഇന്ന് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒട്ടും വിലമതിക്കുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞും ചെയ്തതും ഒക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞു. അതുപോലെ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇതോടുകൂടി എല്ലാം നിർത്തി. ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാം നിങ്ങൾ നിർത്തി. അതായത്, ആ വ്യക്തി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും വിലയിരുത്തുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂടെ നിന്നത്, ആപത്ഘട്ടങ്ങളിൽ ആരാണ് കൂടെ നിന്നത്, ആരാണ് നിങ്ങളെ തള്ളിക്കളഞ്ഞത് എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ, നമ്മുടെ എന്ന് പറയാൻ നമുക്ക് ചുറ്റും വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണൂ. ചിലപ്പോൾ അതും കാണില്ല. കാരണം എല്ലാവരും അവരുടെ കാര്യം സാധിക്കാനാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ അടുത്തേക്കും വരുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ ഇഷ്ടം എന്താണ് എന്നൊന്നും ആരും നോക്കില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം. അങ്ങനെയാണ്. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്നു. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ഇമോഷനെ ഉപയോഗിച്ചു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അതിനുള്ളിലുള്ള ആ ഒരു ചതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞില്ല. സത്യത്തിൽ ആ ബന്ധത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്നത്.
അത് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടു കളഞ്ഞു. പല രീതിയിലും ആ വ്യക്തി നിങ്ങളോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം. ആ വ്യക്തി കാരണം നിങ്ങൾ മാനസികമായി വളരെയധികം തകർന്നു പോയി. അത്രയും ആ വ്യക്തിയിൽ നിങ്ങൾ അടിമപ്പെട്ടു പോയിരുന്നു. ആ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയധികം നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയി. കാരണം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ആ വ്യക്തി അത്രമേൽ പതിഞ്ഞുപോയി. അപ്പോൾ ആ വ്യക്തിയെ മറക്കുന്നത് നിങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചതിച്ചാലും ഒരാളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അത് ഭഗവാന്റെ മുന്നിൽ. അത് ഭഗവാൻ തന്നെ അവരെ ഓർമ്മപ്പെടുത്തും. ആ ഒരു ശക്തിയുടെ മുന്നിൽ ആർക്കും ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാ ന്യായങ്ങൾക്കും അന്യായങ്ങൾക്കുള്ള ഉത്തരവും മറുപടികളും ഒക്കെ അവിടെ നിന്ന് ലഭിക്കും. അതിന് കുറേ ജന്മങ്ങളൊന്നും കാത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു ജന്മം തന്നെ മതി. എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അവർ നിങ്ങളിൽ എത്രയേറെ വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ പുറത്തു വരും. നിങ്ങളുടെ അടുത്ത് ഇവർ എന്താണോ ചെയ്തത് അത് അവർക്കും സംഭവിക്കും. എന്നാൽ മാത്രമേ നിങ്ങളോട് അവർ എന്താണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രപഞ്ചം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ പ്രപഞ്ചമുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. അവർ നിങ്ങളെ വളരെ നിസ്സാരമായി ഒഴിവാക്കിയതും അറിയുന്നുണ്ട്. മറ്റൊരു എനർജിയിൽ കാണുന്നത് ഒരു ന്യായവിധിയാണ്. സ്നേഹം കാണിച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചത് ആരായാലും അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും അവരുടെ എല്ലാ വേലത്തരങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇനി മറ്റാരെയും വഞ്ചിക്കാനായി അവർ മനസ്സിൽ പോലും ചിന്തിക്കരുത് എന്ന രീതിയിലായിരിക്കും അവർക്കുള്ള കർമ്മം ലഭിക്കുന്നത്. കാരണം നിങ്ങൾ വളരെയേറെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. നേരം പോക്കിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും ആരെയും നിങ്ങൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ സംഭവിക്കും. നിങ്ങൾ പുതിയ കാര്യങ്ങൾ വീണ്ടും തുടങ്ങാനായി ആഗ്രഹിച്ചു. കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പല കാര്യങ്ങളും മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. നിങ്ങൾ ഒരുപാട് മുൻപോട്ട് നടന്നു നീങ്ങി. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എവിടെയാണ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുമോ എന്നൊക്കെ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഒന്നിനും തയ്യാറായിരുന്നില്ല. നിങ്ങളുടെ സാഹചര്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും കർമ്മ അവർക്ക് ഉത്തരം നൽകും. അവരുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മുന്നിൽ പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തും. വളരെ കാലമായി ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് സൂചനകളിൽ കാണുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. കാരണം ആ വ്യക്തിയോടുള്ള ആ സ്നേഹം കൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ വ്യക്തിയായിരുന്നു നിങ്ങളുടെ ലോകം തന്നെ. അങ്ങനെ അവർ പറയുന്നത് മാത്രം അനുസരിച്ച് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചില്ല. അവർ പറയുന്നതോ അത് നിങ്ങൾ കേട്ടു, അത് വിശ്വസിച്ചു. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചിന്തിച്ചില്ല. നിങ്ങൾ കരുതിയിരുന്നത് ആ വ്യക്തിക്ക് അത്രയേറെ സ്നേഹം നിങ്ങളോട് ഉണ്ട് എന്നായിരുന്നു. അത്രയധികം കെയറിംഗ് ഒക്കെ അവർ നിങ്ങൾക്ക് നൽകിയിരുന്നു. അപ്പോഴാണ് യൂണിവേഴ്സ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ആത്മീയതയുടെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി അടുത്ത ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയും ഭക്തിയുമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ആ ഒരു ഭക്തിയിലേക്ക് ആത്മീയതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വ്യക്തി കാരണം കൊണ്ട് തന്നെ ഭഗവാനെ നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഭഗവാനെ മറന്നാലും ഭഗവാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ള ആ ഒരു ദൈവികമായ ആ വലയം കൂടുതൽ ശക്തി പ്രാപിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ നടക്കേണ്ട ആ പാത നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, കർമ്മ ഉടനെ ശിക്ഷിക്കണമെന്നില്ല, പക്ഷേ ഒരിക്കലും മറക്കുകയുമില്ല. ഇന്ന് സംഭവിക്കുന്നത് ഇന്നലെ ചെയ്തതിൻ്റെ പ്രതികരണമാവാം. നാളെ സംഭവിക്കുന്നത് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കാം. കർമ്മ വേഗം കാണിക്കാത്തത് അതിൻ്റെ ദൗർബല്യമല്ല, അത് കൃത്യതയാണ്. സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.